ഹായ് ഗൈസ്, എൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായാലോ കണ്ടിട്ട്. എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ വളരെ 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 സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ജസ്റ്റ് ഇതൊന്ന് മാറി നിന്ന് നോക്കി, പിന്നെ തോന്നി എന്തിനാണ്, എൻ്റെ ആവശ്യമില്ലല്ലോ. മാറി നിന്നാലും അവർ നമ്മളതിനിട്ട് തന്നെ പറയുള്ളൂ. പിന്നെ ഞാനായിട്ട് നിർത്തുന്നത് എന്ന് വിചാരിച്ചു. കുറേ പേര് പറഞ്ഞു ഈ ലൂപ്പൊന്ന് വിട്ട് മാറി നിൽക്കും. ആ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ ആൾക്കാരോടാണ് ഈ പറയുന്നത്. മാറി നിന്നു. എത്ര ദിവസം മാറി നിന്നു? 4-5 ദിവസം മാറി നിന്നു. പക്ഷേ ഇപ്പോഴത് കൂടുക എന്നുള്ളതല്ലാതെ കുറയുന്നില്ല. പിന്നെ ആകെ സന്തോഷമുള്ളത് 2-3 കാര്യം എൻ്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ 2-3 കാര്യം ഞാനല്ല എന്ന് അവരുടെ ലൈവുകളിൽ, അവരുടെ കമൻറ്റുകളിൽ അവർ തന്നെ പറയുന്നുണ്ട്. ഐ മീൻ, ഇപ്പോൾ ഒരു പുതിയൊരു ഫേക്ക് എന്തോ ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ, ഒരാളുടെ 2 വ്യക്തികളുടെ പേരില്ലേ, ഒരു ചാനലിലെ. അതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ഒരാളല്ല. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പേഴ്സണലി അങ്ങനെ ചെയ്യുന്ന വൃത്തികേടിനോടൊന്നും ഞാൻ യോജിപ്പില്ല. മനസ്സിലായില്ലേ? ഞാൻ അതിനെ പോലും അങ്ങനെ കാണുന്ന, അതിപ്പോൾ ഒരാളുടെ എന്നല്ല, എൻ്റെ സ്വയം ഇഷ്ടത്തിന് ഞാൻ പോയിട്ട് റിപ്പോർട്ട് അടിച്ച ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? അത്തരം വൃത്തികേടുകളൊന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് ഒന്നാമത് വൃത്തികേടുകൾ എന്താ പറയുക, തെറിയും കാര്യങ്ങളും ഇതൊക്കെ നമുക്കറിയാമെങ്കിലും പരമാവധി അത് പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മാതിരി ചാനലും അത് മാനസികമായിട്ട് എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കൊച്ചിൻ്റെ കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എനിക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടിയിട്ടുണ്ട്. ആരാണ് അതിൻ്റെ പുറകിലാണെങ്കിലും അങ്ങനെ കൊച്ചുങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മറ്റേതൊക്കെ ഒരു അഡൾട്ടായിട്ടുള്ള ആൾക്കാരല്ല, അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടോ, അതൊക്കെ മാനസികമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചുങ്ങളെയൊന്നും ഇതൊക്കെ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടി സപ്പോർട്ട് ഉണ്ടാവാതിരിക്കും. കാര്യം ഇവർക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഒബ്വിയസ്ലി വേറെ ആൾക്കാരുണ്ട്. എനിക്ക് ശത്രുതയൊന്നുമില്ല, ഈ വ്യക്തികളോടുള്ള ഇതല്ല, പ്രവൃത്തികൾ, ചില പ്രവൃത്തികൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരോടുള്ള. ഇപ്പം ഈവൻ എന്നെ തന്നെ പറയുന്നതിലും എന്നെ അവരാണ് പറഞ്ഞു തുടങ്ങിയത്, ഞാനല്ല പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ അവർ വാദിക്കുന്നു അവരെ ഞാൻ പറഞ്ഞു, ഞാൻ കാർട്ടൂൺ ഇട്ടു. എന്തുകൊണ്ടാണ് അപ്പം ഞാൻ കാർട്ടൂൺ ഇടുന്നത് നിങ്ങൾക്ക് കൊള്ളുന്നുണ്ട്, അതേപോലെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് കൊണ്ടില്ലേ ഇല്ലേ? പക്ഷേ അന്നത്തെ കാർട്ടൂണിലെ നായികയ്ക്ക് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമാണ്. മനസ്സിലായത്? എനിക്കതൊന്നും പ്രശ്നമാണ്. എൻ്റെ വ്യക്തിത്വത്തിന് അതൊന്നും ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. സോ എനിക്കതൊന്നും, അതിപ്പോൾ അവരെന്നല്ല വേറൊരാളുടെ കൂടെ ആയാലും ഇമാതിരി കാര്യങ്ങളൊന്നും ചെയ്യുന്നതോടൊന്നും എനിക്കിതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒരുവിധം ക്ഷമിച്ചു, വീണ്ടും ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു, പിന്നെ ഒന്നുകൂടി ക്ഷമിച്ചു. എന്നിട്ട് രക്ഷയില്ല. അപ്പോഴാണ് ഞാൻ കാർട്ടൂൺ ഉണ്ടാക്കാൻ തുടങ്ങിയതും, ഞാൻ CP എഴുതാൻ തുടങ്ങിയതും. ഇപ്പോൾ വീഡിയോ ആയിട്ട് ഇപ്പോൾ അടുത്തല്ലേ ഞാൻ തുടങ്ങിയത് അല്ലേ? 2 വീഡിയോ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നാൾ പിന്നെ ഇതിൻ്റെ പുറകില്ലായിരുന്നു. അതോടുകൂടി തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതാണ് കുടുംബ മഹിമ. മനസ്സിലായില്ലേ? ഒരു തെറിയത് മോശം വാക്കുകളൊന്നും പറയാതെ പോലും ഒരു സ്ത്രീനെ കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഉള്ള വർത്തമാനങ്ങളൊന്നും പറയണ്ടെന്നാണ് ഫാമിലിയിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനെന്ന വ്യക്തി, ഞാനെന്ന അഡൾട്ട്, എനിക്ക് മാത്രമാണ് എന്നെ പറയുന്ന എൻ്റെ ഫീലിങ്സ് ഉണ്ടാവുള്ളൂ അല്ലേ? ആ ഫീലിങ്സിൻ്റെ പുറത്താണ് ഞാൻ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്, ഇപ്പോഴും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചിരിക്കാൻ എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാര്യം കുറച്ച് ഫേക്ക് ഐ ഡി ദെൻ ആഫ്റ്റർ എപ്പോഴും ഉള്ള പോലെ തന്നെ ഫേക്ക് ഐ ഡി ഒരു 100 പേര് ലൈവിൽ വന്നിരിക്കുന്ന 78 പേരും ഫേക്ക് ഐ ഡി ആയിരിക്കും. ഇപ്പോൾ അവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പോലും ഒരു സ്വന്തം ഫേസ് ഇല്ല. എന്നുവെച്ചാൽ ഇന്ത്യക്കാരത്തിന് ഒരു ക്ഷാമല്ല. ഈ ലൂസ് സ്റ്റോക്ക് പോലത്തെ ആൾക്കാർ വന്നിട്ട് അവിടെ കമൻ്റ് ഇടുന്നുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ആരെന്തെഴുതി? നിങ്ങൾ എഴുതൂ, കോമഡിപരമായിട്ട് എഴുതൂ, കളിയാക്കിയിട്ട് എഴുതൂ, തമാശയിൽ എഴുതൂ, തെരുന്തിക്കാരെ എഴുതാതിരിക്കൂ എന്നല്ലേ പറയുന്നുള്ളൂ. അതൊക്കെ ലൂസ് സ്റ്റോക്കിന് ഭയങ്കര ഓക്കെയാണ്. ലൂസ് സ്റ്റോക്കിൻ്റെ പേര് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ലൂസ് സ്റ്റോക്കിൻ്റെ ഒരു കമൻറ്റ് എൻ്റെ കയ്യിൽ ഉണ്ട്, എൻ്റെ ഭാര. ഇപ്പോൾ അവരെന്നെ വിളിക്കുന്ന പേര് നിങ്ങൾ ചെയ്തിച്ചിട്ട്, അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളെൻ്റെ പേര് തന്നെയാണോ? എന്നെ തന്നെയായിരിക്കും. കാരണം ഞാൻ ആ പേരിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, മക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ 1-2 ഒരു പമ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ പമ്മൻ എന്ന് പറഞ്ഞ പമ്മൻ കഥ, ഞാൻ ബുക്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ഞാൻ ഖാലിദ് ഹുസൈനിയുടെ ആയാലും ലളിതാംബിക അന്തർജനത്തിൻ്റെ ആണെങ്കിലും മാധവിക്കുട്ടിയുടെ ആണെങ്കിലും
പുനത്തിൽ കുഞ്ഞബ്ദുളുടെ ആണെങ്കിലും MT വാസുദേവൻ നായർ സാറിൻ്റെയും അങ്ങനെ എക്സെട്ര കുറേ പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ് പുസ്തകങ്ങൾ വായിക്കാൻ. അപ്പോൾ അങ്ങനെ പമ്മൻ്റെ ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പമ്മൻ്റെ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് കണ്ടൻറ്റാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പമ്മൻ എന്ന പേരിലൊരു ഫേക്ക് ഐ ഡി, അത് നമ്മളെ വേറെ ആരുടെയല്ല, നമ്മുടെ പമ്മൻ എന്ന് പറഞ്ഞ അയാളുടെ പോൺസിൻ്റെ ആയിരുന്നു. അതിൻ്റെ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവർ ഇതൊന്നില്ല, ഇതില്ല, അതില്ല, ഇതില്ല എന്ന് പറയും. പക്ഷേ ഞാൻ തെളിവ് വയ്ക്കും. ആദ്യം പമ്മൻ ജൂലിക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്. പമ്മൻ്റെ ചേട്ടൻ ഇവിടെ ബ്ലൂ ഉള്ള ആളാണ്. പമ്മൻ ചേട്ടൻ ഇവിടെ ബ്ലൂ ഉള്ള ആളാണ്. അതായത് ഇതിൻ്റെ ഓണർ ഓൾറെഡി അവിടെ ബ്ലൂ ആയിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ പമ്മൻ ചേട്ടനാണ് ഫേക്കിൽ വന്നിട്ട് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ കഥാനായിക കാട്ടുമലർ എഴുതിയതാണ് പമ്മൻ എൻ്റെ സ്വന്തമാണ്. പമ്മൻ നിൻ്റെ സ്വന്തമാണ്, അതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിൻ്റെ സ്വന്തമാണ്. ആരാണ് എൻ്റെ പെണ്ണിനെ പറയുന്നത്, എൻ്റെ പെണ്ണെന്തിനാണ് മൂഡ് ഔട്ടായിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നിൻ്റെ പമ്മനാണ്. ഇന്ന് പേനയുണ്ട് കേട്ടോ, പേന ഇതിലേക്ക് വരാം. ഈ പേനയ്ക്കൊരു കഥയുണ്ട്, ഇതിലേക്ക് വരാം. അപ്പം നിൻ്റെ പമ്മൻ ചേട്ടൻ അതാരായിരിക്കും മക്കളെ? ആരായിരിക്കും? പമ്മൻ ഈസ് ജോൺസ്. ഇവനാണ് പമ്മൻ. അത് അപ്പം ഇഞ്ചി പറയും അതല്ലാന്ന്. പക്ഷെ ഞാനിവിടെ വാണ്ടക്കാക്ഷരത്തിൽ ഞാനിവിടെ തെളിവ് വയ്ക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളതവിടെ വയ്ക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഓക്കെ, ഞാനിത് പറയുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യം തെളിഞ്ഞ്. പിന്നെ ഫിജോ ചേച്ചിയുടെ ഇന്നലത്തെ ലൈവ് കണ്ടു. അത് ബേസിക്കലി അവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എടാ പോൺസ്, ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് മാതിരി കാര്യങ്ങൾ എഴുതിയിരുന്നത്? നീ പറഞ്ഞു കേട്ടു ഞാൻ നിൻ്റെ ലൈവ് കാണുമോ അവളുടെ ലൈവ് കാണുമോ ഞാൻ വരില്ല. പക്ഷേ നമുക്ക് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും ഞാൻ കണ്ടു വിചാരിക്കും ലൈവായിട്ട് പോയി കണ്ടാൽ പോരെ. പിന്നെ വെച്ചാൽ സബ് ചെയ്യണ്ടേ കാണണമെങ്കിൽ എനിക്ക് വയ്യ. അപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് സ്ക്രീൻ റെക്കോർഡ് കൊണ്ടുവരും ആൾക്കാർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്. ഇത്ര ആളോടാ നിൻ്റെ ലൈവ് കാണുന്നത് നമ്മൾ, മനസ്സിലായില്ല? അപ്പം അതിലത്തെ കണ്ടൻറ്റുകൾ മാത്രമേ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കാണുന്നുള്ളൂ. അതുപോലെ ഒരു കാഴ്ച ഞാൻ ഇന്നലെ കണ്ടു മോനെ. ഫിജോ ചേച്ചിക്കൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്ത് നോക്കുന്നു. ഞാൻ ഒന്ന് പോയടാർന്ന് തെളിവ് വയ്ക്കാൻ പറ്റും നിനക്ക് നാണോ മാനോ ഉണ്ടാ? ഈച്ചിരി ഉളുപ്പ് എനിക്ക്. നിൻ്റെ വിചാരം നിൻ്റെ പുറകെ ഞാൻ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്ന അതൊക്കെ അവള് എവിടെ തെട്ടിപ്പാലം തൊട്ടാമായി, അത് ഞാനല്ല. അന്നെ മണപ്പിച്ച് നടക്കുന്നത് അതൊക്കെ. പിന്നെ മണപ്പിക്കാൻ ഇപ്പോൾ കുറേ ആൾക്കാർ, അതൊക്കെ അവരെന്നെ ആ കാറ്റഗറിയിൽ അവരെന്നെ ഉൾപ്പെടുത്താം. മനസ്സിലായില്ലേ? അപ്പോൾ ആ നമ്മുടെ ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ XUV-യുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൻ്റെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നീ എഴുതിയിട്ടുണ്ട് മധ്യവയസ്ക. നീ പറഞ്ഞത് നിന്നെയാണെന്ന് പറയുന്ന സ്ക്രീൻ റെക്കോർഡ് ഞാൻ കേട്ട്. നീ മധ്യവയസ്കയാണോ? നീ വയസ്കയാണോ? അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ കാട്ടുമലരനാണ് അത് മോശക്കേട്. മനസ്സിലായില്ലേ? ലസ്ബു എന്ന് പറയും. മനസ്സിലായേ? ആ ഒരു അലിഗേഷനൂടെ അവളുടെ തലയിൽ വെച്ചുകൊടുക്കണ്ട. അതൊരു കാര്യം. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കേൾപ്പിച്ച് തരാമേ. ഒരു കാര്യം കേൾപ്പിച്ച് തരാമേ. എടാ തോമാന്ന് പറഞ്ഞിട്ട് ബ്ലൂ പിടിച്ചിട്ട് കൊടുത്തണം അവിടെ ഇരുന്നായിരുന്നു. ആരാണ് തോമ? അടുത്തോമ ആരാണ്? അത് നമ്മുടെ പോൺസ്പാണ്. ഇപ്പം പോൺസ്പോ എടാ ഞാനല്ലടാ നീ തെളിയിക്കറ. ഞാൻ തെളിയിക്കും. ആരും കൊണ്ട് തെളിയിക്കും? എൻ്റെ കാട്ടുമലറിനെ കൊണ്ട് തെളിയിക്കും. അതായത് നിൻ്റെ കാട്ടുമലറിന് 5 പൈസയുടെ ബോധമല്ല. സ്മൃതി പരുത്തിക്കാട്, അതായത് റിപ്പോർട്ട് ചാനൽ സ്മൃതി പരുത്തിക്കാടാണെന്നാണ് വിചാരം. ഇങ്ങനെ പെൻ പിടിച്ചിട്ടോ പെൻസിൽ പിടിച്ചിട്ട് ചെയ്തിട്ട്. പക്ഷേ നമുക്കത് കാട്ടുമലരാണ് കാണുമ്പോൾ ചിരി. സത്യത്തിൽ ഇവരോടുള്ള ദേഷ്യം എനിക്കെങ്കിലും ഇല്ലാതാണ് പറയും. ഇവരവരെ മണ്ടത്തരകൾ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നും നമ്മളാരും ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്ര തമാശ ഞാൻ കുറച്ചിരിക്കാറുണ്ട്. അതിന് വളരെ 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 അതിൻ്റെ വളരെ വളരെ നന്ദിയുണ്ട് എന്നെ ചിരിപ്പിക്കുന്നതിൽ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ കാട്ടുമലർ ചേച്ചി? അപ്പോൾ നമുക്ക് തോമയുടെ ഒരു ഇത് കാണിക്കാൻ പറ്റില്ല, ഒരു ഓഡിയോ. അപ്പോൾ നമ്മുടെ കാട്ടുമലർ ചേച്ചിയുടെ വായ കൊണ്ട് തന്നെ തോമാസുണ്ട്. അപ്പോൾ ഈ തോമ വന്നിട്ട്
ഇവിടെ കമൻ്റ് ഇടുകയാണേ, അതായിരുന്നോ ആ അടി നടന്നത്, അതായിരുന്നോ സംഭവം എന്നുള്ളതിൽ തോമ വന്നിട്ട് കമൻ്റ് ഇട്ട്. തോമ കമൻ്റ് ഇട്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കേട്ടോ. തോമ കമൻ്റ് ഇടുന്നു. കമൻ്റ് തോമ അവിടെ ഹമുക്കതെ കണ്ട, അതായിരുന്നു അടി നടന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സേച്ചിയുടെ വക ഡയലോഗ് കേൾക്കാം. എന്താണ് അപ്പോൾ തോമാറായിരുന്നു സോൺസ്. ഹേ സോൺസ്, ഇജ്ജ് കുറേ കുടുംബ മഹിമ പറയുന്നു, കുടുംബ കുലം പറയുന്നു, പണക്കാർ എടാ സ്വന്തമായ ഇത് മേടിച്ചിട്ടൊരു മോദം കഴിച്ചത് വരുന്നത് കമൻ്റ് ഇട്ടാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത നീ എന്നെ പോലുള്ള ആൾക്കാരെ വെല്ലുവിളിക്കാറ്. നീ എന്താ പറഞ്ഞ പോലെ എന്നെ അടിക്കും, നമുക്ക് നേരിട്ട് കാണാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഫേസ് ടു ഫേസ്. ഞാൻ ആരും കൂട്ടുമെന്ന് പറ്റില്ല. അപ്പോൾ നീ എന്നെ തള്ളാൻ ആൾക്കാരെ വിട്ടല്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ഞാൻ ഒറ്റയ്ക്ക് പോയി നിൽക്കും. ചിലപ്പോൾ എൻ്റെ കൈ വെട്ടിയുണ്ടോ, അല്ലെങ്കിൽ വേണം എൻ്റെ കാല് തല്ലി പിടിക്കുമായിരിക്കും. നീ ഗുണ്ടകളാകുമ്പോൾ അവർക്ക് ആ കൊട്ടേഷൻ പരിപാടി ഉണ്ടാവില്ല, നമ്മുടെ അത് ഉണ്ടാവില്ല. പക്ഷേ ഒരുത്തൻ്റെ കൈ അതെൻ്റെ കയ്യിലിരിക്കും. മനസ്സിലായില്ലേ? ഓരോരുത്തൻ്റെങ്കിലും കൈ അത് എൻ്റെ കയ്യിലായിരിക്കും. എന്നെ വെറുതെ കുടുംബത്തേക്ക് അടി മേടിച്ചുകൊണ്ടേ ചെയ്യലൊന്നുമില്ലടാ കേട്ടാ. അപ്പോൾ തോമാറായിരുന്നു ഇതിനാളാ. പിന്നെ എനിക്ക് പ്രശസ്ത യൂട്യൂബറുടെ കുറച്ച് അന്തം അടിമകൾ ടീം ഒരു മായ എന്നെ ഉപദേശിക്കാനായിട്ട് വരാറുണ്ട്. എൻ്റെ പൊന്ന് ചേച്ചിക്ക് വേറെ ഒരു പണിയില്ലേ, എന്നെ ഉപദേശിക്കാൻ നിൽക്കണമെന്നായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാഡത്തിന് ഉപദേശിച്ച് എന്നെ എൻ്റെ വഴിക്ക് വിടാൻ പറയൂ. ഞാൻ രംഗത്തേക്ക് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ചേച്ചി, എന്നെ ഇറക്കാതിരിക്കാൻ പറയൂ. കാരണം കമൻറ്റ് ഞാനിപ്പോൾ എന്തിട്ടെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒരാവശ്യമില്ലാണ്ട് പറഞ്ഞു തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ അവരുടെ പുറകെയല്ല, അവരെൻ്റെ പുറകെ വന്നാലും എനിക്ക് നാണക്കേടില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഞാനായിട്ടൊരു വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല മുഖങ്ങളും ഉടയും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് എനിക്കതൊന്നും സംസാരിക്കാൻ, പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ ഒട്ടും താല്പര്യമുള്ള ഒരാളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് എഴുതി അപ്പോൾ തന്നെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് കളയുക. മാഡത്തിനോടാണ് പറഞ്ഞത്, അടിമകളുടെ അടുത്ത് പറയുക, അന്തം അടിമകളുടെ അടുത്ത് പറയുക, ഇങ്ങനെ വന്ന് കമൻ്റ് ഇടാൻ ഇടരുതെന്ന്. മനസ്സിലായില്ലേ? ഞാൻ വിഷമാണ്, ഞാൻ അതാണ്, അതെ ഞാൻ വിഷമാണ്. ഞാൻ വിഷം കുറേ കോരി കൊടുത്തിട്ടുണ്ട് വായിടത്തേക്ക് മാഡത്തിന് നല്ല പോലെ അറിയാം. ആ വിഷം കോരി തിന്ന മാഡം തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ അടുത്ത് ഈ നിമിഷം വരെ തെറ്റായിട്ട് അല്ലെങ്കിൽ മോശം വാക്ക് അല്ലെങ്കിൽ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല. അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ അതേ മേളം പറഞ്ഞു, ചപ്പിന്നെ പെപ്പെട്ട അവിടെ നിന്ന് സ്ത്രീ ലമ്പടനായിട്ട് ഇറക്കി വിട്ടതാണ്. ഓക്കെ, മാഡത്തിന് അറിയാം കഥ എന്താണെന്നുള്ളത്, എന്നിട്ടും അങ്ങനെ പറയും. പക്ഷേ ചപ്പിന്നെ പെപ്പെട്ട അവിടെ നിന്ന് സ്റ്റിക്കർ വന്നില്ല മാഡം. ആ ഒരു വ്യത്യാസമുണ്ട് മാഡം. നിങ്ങളുടെ കൂടെ എൻ്റെ സ്റ്റിക്കർ വന്നായിരുന്നു. നിങ്ങൾ ഞാനും സെക്സ് ചെയ്യണതായിട്ട് കഥ പറഞ്ഞായിരുന്നു. ഇന്നലെ സുനിത കാസിം വന്നിരുന്നിട്ട് സനുവിൻ്റെ അവിടേക്ക് നിങ്ങൾ പോയി കോണ്ടാക്ട് ചെയ്ത കഥ പറയുന്നുണ്ടായിരുന്നു. കേട്ടു, തൃപ്തിയായി. നിങ്ങളുടെ എനിക്കിപ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കണു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടുതൽ ചരിത്രങ്ങളോ ഭൂമിശാസ്ത്രമോ അതൊന്നും എനിക്കറിയണ്ട. എൻ്റെ പ്രശ്നം എന്തായിരുന്നു, ഞാനിപ്പോൾ ഇതിവിടെ പറയണമെന്നല്ല, പക്ഷേ കുറച്ച് കമൻസിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇവിടെ കണ്ടു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മ എനിക്ക് പോയതാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല, എനിക്ക് നിങ്ങളുടെ വിഷയം എടുക്കണമെന്നില്ല. കാരണം ഇന്ന് ഈ ലോകത്ത് ഞാൻ വെറുക്കുന്ന 2-3 പേരേ ഉള്ളൂ ഈ ലോകത്ത്. ആ 3 പേരിലേക്ക് ഒരാൾ കൂടി എത്തി, 4ാമതൊരാൾ. അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളതിനെ വെറുക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കറിയാം അതിൻ്റെ സത്യം അല്ലേ? സോ
എനിക്ക് നിങ്ങളുടെ സംസാര വിഷയം ഞാൻ ഇനി എടുക്കില്ല, സംസാരിക്കില്ല എന്ന് വെച്ചായിരുന്നു. പക്ഷേ ഒരു കമൻറ്റ് കണ്ടപ്പോൾ നിങ്ങളുടെ അന്തം അടിമ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു വിഷമാണ്, അതാണ് ഇതാണ്. എനിക്ക് ഞാൻ വിഷമായാലും ശരി, ഞാനിനി തൂക്കുകയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതേപോലെ കമൻസുകൾ നിങ്ങളുടെ അടിമകൾ വന്നിട്ട് ശില്പ 2 കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ 2 കമൻറ്റ് ശില്പ ഡിലീറ്റ് ചെയ്തു. അത് ശില്പയുടെ ഭാഗ്യം. ഞാൻ ശില്പേനെ എടുത്തിട്ട് അലക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ മേഡത്തിന് എടുത്തിട്ടായിരിക്കും അലക്കുക. അവിടെ ആരും ഒന്ന് അടിമകൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇവരെ പറ്റി ഞാൻ ഇവരെ പറ്റി ഓർക്കുന്ന പോലുമില്ല, താല്പര്യമില്ല. പക്ഷേ കമൻറ്റിലൂടെ ഞാൻ വിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം നിങ്ങളുടെ ഒരു കമൻറ്റ് എന്നെ അത്ര വേദനിപ്പിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് എന്നെ അത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെന്നെ വേദനിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ടും നമ്മൾ തമ്മിൽ സംസാരിച്ച അത് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നിട്ട് അതിനെപ്പറ്റി ഓർക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ ഈ ഒരു വിഷയങ്ങളല്ലാത്തൊരു കാര്യത്തിന് തമ്മിൽ ദേഷ്യപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ മറ്റൊരാളിനെ സപ്പോർട്ട് ചെയ്യണമെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പിണങ്ങി പോയ ഒരാളാണ്. അല്ലാണ്ട് ഞാൻ നിങ്ങളെ ആ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യത്തിനല്ല പിണങ്ങി പോയത്. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ ഇട്ട് കൊടുക്കണതാണ് ആ ഒരു കാര്യത്തിനാണ് അതിനാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ അത് പൊളിച്ചിട്ടില്ല, ആ കാര്യത്തിനല്ല ബ്ലോക്ക് ചെയ്തത്. വേറൊരു ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടാണ്. അതിന് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെയാണ്. എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമായിട്ട് യോജിക്കില്ല. അത് നിങ്ങൾക്കപ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയത്. സോ അതറിയാം. അപ്പോൾ അതോടുകൂടി നിർത്തുക. നിങ്ങളുടെ അടിമകളുടെ അടുത്ത് പറയാം വന്ന് പരമാവധി കമൻറ്റ് ഇടാതിരിക്കാൻ. ലൈവ് ചെയ്യുന്നതല്ലേ. അപ്പോൾ പരമാവധി അവരോട് പറയാം നിങ്ങൾ എവിടെയും പോയി കമൻറ്റ് ഇടായിരുന്നു പറയാം. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ എൻ്റെ പ്രതികരണം ഞാനിപ്പോൾ എല്ലാവരുടെ അടുത്ത് പറയുന്നുണ്ട്, ചെയ്യല്ലേ, പറയല്ലേ, എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ചെയ്യൂ, എന്തിനേലും അവിടെ നിൽക്കുമ്പോഴായാലും അനുഭവം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യൂ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയണം എനിക്ക് ഇവരുടെ വിഷയം എടുക്കാൻ താല്പര്യമില്ല. ഞാൻ അവരോട് കൂടി പറയണം എനിക്ക് താല്പര്യമേ ഇല്ല. ഐ ഡോണ്ട് ലൈക്ക് ഹർ. എനിക്ക് അവരുടെ ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതതിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇഷ്ടമുണ്ടായിരുന്നു കരുതി അവർ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കുട പിടിക്കില്ല. അന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ എവിടെയും ഓപ്പണായിട്ട് പറയുമായിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ ആരോടായാലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? എനിവേ അപ്പോൾ ഇതിവിടെ നിർത്തുകയാണ്. ഞാൻ അവരെ പറ്റിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തത് നമ്മുടെ ഇപ്പം നമ്മൾ കേട്ട് തോമ, അതായത് ഇവരുടെ വിവരക്കേടെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പോൺസ് കഷ്ടപ്പെട്ടിട്ട് ഓരോ പേരുണ്ടാക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. എങ്ങനെ വരുന്നത്? ഓരോ ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഈ ജാനമണി ഇത് സ്മൃതി പരുത്തിക്കാട്ട പോലെ ഇങ്ങനെ പാനിമേഷൻ ഞാൻ തന്നെ വെട്ടിക്കയിലടി നിന്നെ ഞാനിവിടെ ഇറങ്ങിയപ്പോഴാണടി അതെടുത്തിട്ട് പിടിച്ചിട്ട് എന്നിട്ട് എന്നുവെച്ചാൽ ബുദ്ധി വിവരം കാര്യത്തിന് ഉപയോഗിക്കണ്ടേ? മന്ദബുദ്ധി അവൻ കണ്ട ഫേക്ക് എന്ന് കവിഞ്ഞ ഇടുമ്പോൾ ആ ഫേക്കിൻ്റെ പേര് നീ വായിക്കണ്ടേ? അതിന് പകരം ആ ജോൺസ് എന്തുവാടി നാളം കെട്ടവളെ, വിവരമില്ലാത്തവളെ, കഴുതേ, ബുദ്ധിയില്ല, മറക്കള. ഇനിയാലും ശ്രദ്ധിക്കുക, ഇനിയാലും വീഡിയോ ലൈവൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നീ പറഞ്ഞു ആ കുട്ടിയേച്ചിക്ക് CP എഴുതി കൊടുക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു. പിന്നെ അതേ നീ ഇത് പറഞ്ഞു അത് ഞാനല്ല എന്ന് പറഞ്ഞു. അർജു ID ഞാനാണെന്നും പറഞ്ഞ് എൻ്റെ പേരിൽ കേസ് കൊടുത്തു, നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. ഇതുവരെയും എനിക്ക് ഒരു പിടുത്തവും കേസൊന്നും എൻ്റെ പേരിൽ വന്നിട്ടില്ല. കാരണം അത് ഞാനല്ല. എനിക്കറിയാം, എനിക്ക് രണ്ടേ ID ഉള്ളൂ. 2 IDയും ഉണ്ണിയേട്ടൻ എന്നുള്ള പേരിലാണ്. മനസ്സിലായില്ലേ? ആ 2 ID ഓൾറെഡി ഒരു ID മാത്രമേ ഞാൻ വന്നു പറഞ്ഞത്, എൻ്റെ ചാനലിൻ്റെ ID. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ID എടുത്ത് ഈ ചാനലിൻ്റെ ID പരമാവധി പല ഷോർട്സിലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലരുടെയും ബ്ലൂ പിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട്, സ്പാനർ പിടിച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഒരു ID, അതൊരു വർഷമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ഐഡിയ അതെടുത്തത്. അതും ഉണ്ണിയേട്ടൻ തന്നെയാണ് പേര്. ഓക്കെ, ഈ 2 ID എനിക്കുള്ളൂ. അതുകൊണ്ട്
ഞാൻ കോൺഫിഡൻ്റാണ് എൻ്റെ കാര്യത്തിൽ. മനസ്സിലായില്ലേ? എൻ്റെ കാര്യത്തിൽ എനിക്ക് നിന്നോടൊന്നും പറയാൻ എനിക്ക് ഫേക്ക് ഐഡിൻ്റെ ആവശ്യമില്ല. നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ, നിൻ്റെ കാര്യം പറയാൻ എനിക്ക് ഫേക്ക് ഐഡിൻ്റെ ആവശ്യമില്ല. കേട്ടാ പോൺസായ? അതുപോലെ എനിക്ക് വേറെ ഐ ഡി, എനിക്ക് എൻ്റെ ആലോചിക്കുക, എനിക്ക് എൻ്റെ ചാനലിൽ തന്നെ വരാൻ എനിക്കിഷ്ടം. സത്യം ലൈവ് വരാൻ പോലും എനിക്കിഷ്ടമല്ല. അതിന് എൻ്റെ ഇവിടുന്ന് കുത്തി പോക്കണം ഒരുത്താൻ. എന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു 10, 14, 15 ദിവസം കൊണ്ടായി ലൈവ് പോലും ചെയ്തിട്ട്. വേറെ ഒന്നുമല്ല ചെയ്തപ്പോൾ എന്തായാലും എനിക്ക് ചാനലിന് ഒരു വ്യൂ കിട്ടണമല്ലോ. ഇപ്പോൾ ഇത്ര കുഞ്ഞൊരു ചാനലായിട്ടും എങ്ങനെ പോലും എനിക്ക് 1K വ്യൂ ഉണ്ട്. മനസ്സിലായില്ലേ? ചെറിയ കുഞ്ഞൊറ്റ ചാനലായിട്ട് പോലും. ഇപ്പോഴും 5K ഒക്കെ ഉള്ളവർക്ക് ലൈവ് ഒക്കെ ഇടുമ്പോൾ അങ്ങേറ്റുമ്പോൾ 700, 650, 800 വ്യൂ ഉള്ള സമയത്ത് എനിക്ക് ഇത്ര ചെറിയ ചാനലായിട്ട് എനിക്ക് 3K, 2K, 3.5K, 5K ഇത്രയൊക്കെ വ്യൂ എനിക്ക് ലൈവിന് കിട്ടിയിട്ടുണ്ട്. ആ വ്യൂ പോലും വേണ്ട. അതിൽ 10-15 ദിവസമായിട്ട് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ താല്പര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വേറൊരു ഇതുണ്ടാക്കി. പിന്നെ ഒരു ഐഡിയ കൂടി. എനിക്ക് ഫേസ്ബുക്കില്ല. എന്ത് ചെയ്യും? സുഖയുടെ മക്കളെ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുള്ളതാണ്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്കിഷ്ടമാണ്. എനിക്ക് ഫേസ്ബുക്കില്ല. അപ്പോൾ അവിടെയും പൊളിഞ്ഞില്ലേ? അപ്പോൾ ഒരാളുടെ മേത്ത് അലിഗേഷൻ വയ്ക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ, ഇപ്പം ഞാൻ നിൻ്റെ ഫേക്കിൻ്റെ കാര്യം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ആ നീയാണെന്ന് നിൻ്റെ വായ കൊണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കാട്ടുമലൻ്റെ വായ കൊണ്ടുള്ള കാര്യങ്ങൾ വെച്ച് പോയിൻ്റ് ചെയ്തിട്ട് തെളിവ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നിനക്ക് എൻ്റെ ഓരോ കാര്യങ്ങളും തെളിവ് വെച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പം ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നീ ആ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുന്ന് വെച്ചോ. ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ സംഭവിക്കും. എൻ്റെ പേരിലുണ്ടായിരിക്കുമല്ലോ, നോ പ്രോബ്ലം. പക്ഷേ എൻ്റെ ഒരു ഫേക്ക് ഐ ഡി നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്താണെന്നറിയാം? കാരണം കുടുംബത്ത് പറന്നു പോയി ഞാൻ, കുടുംബ മഹിമ. അതുകൊണ്ട് നിനക്കത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നീ തൊട്ടിത്തരം കാണിക്കുന്നത്. ഞാനത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല. ഞാൻ എൻ്റെ ക്യാരക്ടറിൽ കാണിക്കും. ദാറ്റ്സ് ഇറ്റ് മാൻ. ഇതാണ് നിനക്ക് ലാസ്റ്റ്. പിന്നെ ആ കുട്ടി ചേച്ചി, നാച്ചി ടീച്ചറിൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചുണ്ണിയെ കൊണ്ട് മതിയാവുന്നില്ല ആ കുട്ടിയെ, സോറി പൂക്കുട്ടിയെ. ഓക്കെ, നാച്ചി പീച്ച ഇജ്ജ എവിടെ? നാച്ചി പീച്ച കാണാനില്ലല്ലോ. വേറെ പുതിയ പേരിലല്ല ഇജ്ജ് വരണേ. പെടിത്തൂറി നാണം കെട്ടവളെ. എനിക്ക് തോന്നിയ, എൻ്റെ ഒരു ഇമാജിനിൽ തോന്നിയൊരു കാര്യം കേൾപ്പിക്കാവേ. അതായത് ആ ചിമിട്ട് അവിടെ കിടന്ന് ഓടിയിട്ട്, അപ്പോൾ എന്നാ, പക്ഷെ സത്യത്തിൽ ഇവിടെ നിന്ന് വിളി കേട്ട് ആ പാട്ടിയിലെ ലാംഗ്വേജസിൽ എടി നാ എന്നാ വിളിച്ച, എടി നാ വിളി എന്നാ വിളിച്ചത്. അപ്പോൾ എന്നാ മോളെ എന്നാ. അപ്പോൾ അടുത്ത് നിർത്തി പോടീന്ന് പട്ടിയോട് എന്നാ മോളെ. അപ്പോൾ പട്ടി നിർത്തി പോടി, നിർത്തിയിട്ട് വെറുതെ പോടാ, ഇറങ്ങി പൊടി. അങ്ങനെ ഇങ്ങനെയാണ് പട്ടി പറഞ്ഞത്. എവിടേക്കല്ല ഇറങ്ങി പൊടിയത്? എന്നെ പോലെ എവിടേക്കല്ല ഇറങ്ങി പൊടി കാട്ടും മലരെ എന്നാണ് ആ പട്ടി പറഞ്ഞത്. അതായത് സാഹി കേട്ട് ആ പട്ടി. എന്തായാലും എന്തുവാടി ഇത്? പാട്ടി പോലും തന്നെ തെറി വിളിച്ച് തുടങ്ങി, പാട്ടി പോലും. പിന്നെ ഒരാളുടെ ബിസിനസ് തകർക്കാൻ എന്നും പറഞ്ഞിട്ട് നീ കിടന്ന് കൊണ വല്ലാണ്ട് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഒരാളുടെ ബിസിനസ് തകർക്കണ്ട. മനസ്സിലായില്ലേ? അവരങ്ങനൊരു ബിസിനസ് തുടങ്ങിയെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. അത് അവരൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരാൾ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ലൈവിൽ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കൺഗ്രാറ്റ്സ് പറഞ്ഞതിൽ സംസാരിക്കുന്ന സമയമായിരുന്നില്ല അത്. എന്നിട്ട് പോലും ഇന്നും ഒരു 1% പോലും എനിക്ക് അവരോട് ആ ഒരു കാര്യത്തിലൊരു ഇതില്ല. കാരണം അവർ അത് നന്നായിട്ട് തന്നെ എൻ്റെ കെയർ ഓഫിൽ, ഞാൻ പറഞ്ഞിട്ട് 1-2 പേര് മേടിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പറയരുത് എന്നുള്ളത്. ഇതിപ്പോൾ അവർ വിചാരിക്കും പിന്നെ ആര് വിശ്വസിച്ചാലില്ലെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവർ കുറേ അലിഗേഷൻ കേട്ടിട്ടുണ്ട്, പണിയെടുത്ത് ജീവിക്കുന്നില്ല എന്ന്. അവരുടെ ഒരു വരുമാനമായിരുന്നു യൂട്യൂബ്. അതൊരു വരുമാനമാണ്. അതിലുള്ള കണ്ടൻറ് ക്രിയേറ്ററും അവരുടേതായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി. അതിലൊക്കെ വളരെ സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിലുള്ള
ഒരാളാണ് ഞാൻ, മനസ്സിലായില്ലേ? പിന്നെ നീ പറയുന്ന ഗ്രൂപ്പിൽ അതിനെ ചർച്ച, ഗ്രൂപ്പിൽ നിൻ്റെ ഒരു തെളിവുണ്ട്. പിന്നെ ഞാൻ ഇതിനേക്കാളും മോശം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇന്നലെ ലൈവിൽ പറഞ്ഞ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ കണ്ട്. നീ കൊണ്ടുവന്നേക്ക്. നീ എന്തിനാണ് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്? കൊണ്ടുവയ്ക്കാൻ എടാ പട്ടി, അങ്ങനെ തന്നെ പറഞ്ഞിട്ട് എടി കാട്ടുമലരെ. നിനക്ക് അവളോട് വിളിച്ച് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ച് സംസാരിക്കും. അത് നീ എന്നെ പറ്റിയിട്ട് അവളോടൊന്ന് ചോദിക്കും. നീ അവളോട്. കോൺഫിഡൻ്റാണ് ഞാൻ ആ കാര്യത്തിൽ. അവൾക്ക് എന്നെ പറ്റി പറയാൻ എത്രമാത്രം നെഗറ്റീവ് ഉണ്ടെന്ന് നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഞാനെന്ന ഉണ്ണി എന്ന വ്യക്തിയുടെ കോൺഫിഡൻസാണത്, മനസ്സിലായില്ലേ? മാന്യൻ എന്നുണ്ട്. നിന്നെ ഒന്നും തെളിയിച്ച് നടക്കേണ്ട ആവശ്യം എനിക്കില്ല. നിൻ്റെ പല കമൻറ്റും അവരത്തെ ബിസിനസ് തകർക്കാൻ മറ്റുള്ളവർ തീരുമാനിക്കുന്നു, അവരുടെ ബിസിനസ് തകർക്കാൻ അപ്പുറത്തെ ടീം വിചാരിക്കുന്നു. ഇത് ഞാൻ പല ലൈവുകളിൽ ഞാൻ നിൻ്റെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടു. സത്യത്തിൽ അവരെ ബിസിനസ് തകർക്കുക എന്നുള്ളൊരു ഡയലോഗ് നിൻ്റെ വായെന്ന് മാത്രമേ വരുന്നുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, എനിക്കത്രേ പറയാനുള്ളൂ. നീ എന്തിനാണെന്നറിയോ ഈ സാധനം എടുത്തിരുന്നത്? നീ ഇതിൻ്റെ അടി കൂടെ നീ പണി വയ്ക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം നിൻ്റെ കൂടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ആരാന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ആണല്ലോ. അപ്പോൾ നീ ഇതിന് പണി കൊടുക്കുന്നുള്ളത് ഒരു ഡൗട്ടുമില്ല. അപ്പം അത് സൂക്ഷിക്കേണ്ടത് ഇപ്പുറത്തുള്ളവരുടെ. അതിനാണ് ഇപ്പോൾ ഒരു വീഡിയോ ശത്രുവാണെങ്കിൽ പോലും ഒരാളുടെ ഒരു സാധനം തകരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായില്ലേ? ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക, എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ നീയാണ് എല്ലായിടത്തും പോയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ തീരുമാനിക്കുന്നത്. ഞാൻ എവിടെ എഴുതിയിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. ഞാനൊരു സ്ഥലത്ത് അവരുടെ ബിസിനസ് തകരണമെന്നോ അവർ തുടങ്ങിയതിൽ നല്ല കാര്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നും എൻ്റെ വയ്യാതിരിക്കുന്ന എൻ്റെ അമ്മ സത്യം, ഞാനതിൽ ഭയങ്കര സന്തോഷിക്കുന്ന ഒരാളാണ്, മനസ്സിലായോ? അവരങ്ങനെ ഒരു അവരങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടെന്ന് അറിയാം, കുറച്ച് നാളത്തെ ഒരു സൗഹൃദം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ കുറേ അലിഗേഷൻ കേട്ടിട്ട് എൻ്റെ അടുത്ത് കുറേ പരാതി പറഞ്ഞിട്ടുണ്ട്, ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചൊക്കെ. അപ്പോൾ എനിക്കറിയാം കുറേ വിഷമങ്ങൾ, കുറേ പൈസ തന്നതിൻ്റെ കണക്ക് ഒക്കെ കേട്ട് പലരും ഓരോന്ന് വിളിച്ച് പറഞ്ഞതും പലതും പറഞ്ഞിട്ടും ഒക്കെ ഉള്ളൊരു വിഷമം കൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഒരുപാട് വിഷമിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഫോൺ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനൊരു കേൾവിക്കാരനായിട്ട് നിന്നിട്ടുണ്ട്. അതിനെങ്ങനെ ഡീൽ ചെയ്യണം, ഇത് നീ ഈ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ തകരണമെന്ന് വിചാരിച്ചിട്ടല്ല, മനസ്സിലായില്ലേ? എൻ്റെ വയ്യാതിരിക്കുന്ന എൻ്റെ അമ്മ സത്യം, ഞാൻ ഇന്നവരെ അങ്ങനെ ഒരു ചിന്തയില്ല. ഇന്ന് പോലും എന്നെ അവരാണ് ഇട്ട് കൊടുത്തത്. അവരിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ അന്തങ്ങൾ എൻ്റെ അടുത്ത് കൂടി വന്നു. നിങ്ങൾ അതിൻ്റെ മുന്നേ അവരുടെ വായെന്ന് വന്നെന്നാണ് നിങ്ങൾ കേട്ടിട്ടില്ല. അവരുടെ വായെന്ന് അങ്ങനെ ഒരു വർത്തമാനം കേട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്, മനസ്സിലായില്ലേ? അതാണ്, നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ഭാഗം നിങ്ങൾ കാണില്ല, എന്നിട്ട് എൻ്റെ തലയ്ക്ക് കയറാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ഉണ്ണിയേട്ടൻ. ബൈ.